സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് ബിസ്മി, ബസ്മല എന്ന് പറയും. എങ്ങനെയാണ് ബിസ്മി പാരായണം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ബി ബി ബിന് കസ്റാണ്. ബി ബി പോരാ. ബി 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 ബിസ്മി ബിസ് ബിസ്മി. ഇങ്ങനെ സീനിൽ കൽക്കല എന്ന് പറയും. ആ ഒരു രൂപത്തിലല്ല ഉച്ചരിക്കേണ്ടത്. ബിസ്മി അല്ല, ബിസ് ബിസ്മി മി. ഈ കസ്ർ, ഫത്ഹ്, ദം ഇതൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കസ്ർ കസ്റായിട്ട് തന്നെ, ഈ ഫത്ഹ് ഫത്ഹായിട്ട് തന്നെ, ദമ്മായി തന്നെ, ഇങ്ങനെ തന്നെ നാം ഉച്ചരിക്കണം. ബി എന്ന് പറയുമ്പോൾ ബായിന് കസ്റാണല്ലോ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹി ബിസ്മില്ലാഹി. ഹി ഹാവും ശ്രദ്ധിക്കേണ്ടതാണ്. ബിസ്മില്ലാഹി യാ പോലെ ഓതാൻ പാടില്ല. ബിസ്മില്ലാഹി ഹംസയൊന്നും ആവാൻ പാടില്ല. ഹ ആയിട്ട് തന്നെ ബിസ്മില്ലാഹി. അടുത്ത പദം അർ റഹ്മാൻ. അർ-റ. ബിസ്മില്ലാഹിർ റ ബിസ്മില്ലാഹിർ റ. റ എന്ന് പറയുമ്പോൾ ഇവിടെ റായിന് ശബ്ദാണല്ലോ. ഔദു എന്നതിൽ നാം സൂചിപ്പിച്ചതുപോലെ റായിൽ തക്റാർ ഉണ്ടാവാൻ പാടില്ല, അമിതമായ പിടക്കൽ. ബിസ്മില്ലാഹിർ ഇങ്ങനെ അമിതമായ പിടക്കൽ ഉണ്ടാവാൻ പാടില്ല, ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനി ബിസ്മില്ലാഹിർ റഹ്മാനി റഹ്മാനി ഇങ്ങനെയാണോ ഓതേണ്ടത്? റഹ്ഹ. ഈ ഒരു പദത്തിൽ പലരും ഓതാറുള്ളത് റഹ്മാനി ഹ ആയിട്ടാണ്. ആ പാരായണം ഒരിക്കലും ശരിയല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഹ അല്ല, ഹ. ഹ എവിടെ നിന്നാണ് ഹ ഉച്ചരിക്കേണ്ടത്? തൊണ്ടയുടെ മധ്യഭാഗം. ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നുമാണ് പുറപ്പെടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനി. ഇവിടെ റഹ്മാനി എന്നല്ല ഓതേണ്ടത്. ഹായിൽ കൽക്കല കൊടുക്കാനും പാടില്ല. കൽക്കല ചലന ശബ്ദം എന്നൊക്കെ പറയും. റഹ്മാനി അല്ല, റഹ്മാനി റഹ്മാനി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനി. ഇവിടെയും നൂനിൻ്റെ കസ്ർ ശ്രദ്ധിക്കേണ്ടതാണ്. റഹ്മാനി പോരാ. ചിലരിവിടെ റഹ്മാനുർ റഹീം എന്നതും നൂനിന് ദമ്മായി. അതും ശരിയായ രൂപത്തിലുള്ള പാരായണം അല്ല. റഹ്മാനിർ റ. ഇവിടെയും റായിലെ തക്റാർ, അമിതമായ പിടക്കൽ ഉണ്ടാവാൻ ഒരിക്കലും പാടില്ല. റഹ്മാനിർ റഹീം. റഹീം ഹീം 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 പോരാ. ഹീം കസ്റായി തന്നെ ഉച്ചരിക്കണം. റഹീം. ഇനി ഈ ബിസ്മി നമുക്ക് 2-3 തവണ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.